നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മാസം നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തീരാനുള്ള സമയമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതിരിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അതിനകത്തൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണ്ട എന്നല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മേജറായിട്ടൊരു കാര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ചെറിയ ബമ്പർ കോർണറിലൊരു സ്ക്രാച്ച് അല്ലെങ്കിൽ റണ്ണിംഗ് ബോർഡിൽ ചെറിയൊരു സ്ക്രാച്ച്, ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രം വന്നിട്ടുള്ളെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യരുത്. ആ ഒരു ഇൻഷുറൻസ് വേറെ ക്ലെയിം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, ഇനി അഥവാ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല 1 മാസം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലെയിം ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ഈ കാര്യത്തിനെക്കുറിച്ചൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അരുണാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, പെയിൻറ്റിങ്ങിന് മാത്രമായിട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ? കിട്ടുമെങ്കിൽ അതിനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? ശരിക്കും ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന പെയിൻറ്റിങ് മാത്രം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പെയിൻറ്റിങ് മാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റേണലായിട്ട് വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നുമില്ല. വാഹനത്തിൻ്റെ കളർ ഫെയ്ഡായിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിനകത്ത് കിട്ടുന്നതല്ല. ഇൻ കേസ് നമ്മുടെ വാഹനം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു സൈഡ് കൊണ്ട് എന്തെങ്കിലും സ്ക്രാച്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ഹിറ്റ് വന്നിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ക്ലെയിം കിട്ടുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം ഒരു ആക്സിഡൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു മേജർ ആക്സിഡൻറ്റ് പോട്ടെ, ഒരു മേജർ അല്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പ്രത്യേകിച്ച് വേറൊരു വാഹനമായിട്ടാണ് നമ്മുടെ വാഹനത്തിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. അവർ വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ എടുത്തിടുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ GD കിട്ടുന്നതായിരിക്കും. GD നമുക്ക് അക്ഷയ ത്രൂ ആണ് കിട്ടുന്നത്. പക്ഷേ പോലീസ് ഓൺ ദ സ്പോട്ടിൽ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിലുള്ള ഫോട്ടോസോ കാര്യങ്ങളോ നമ്മുടെ ഇല്ലെങ്കിൽ, നമുക്ക് നാളെ ഒരു സമയത്ത് ഇൻഷുറൻസ് റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നമ്മുടെ വാഹനം എവിടെയെങ്കിലും ചെറിയ രീതിക്കെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ, അത് പ്രത്യേകിച്ച് വേറൊരു വാഹനത്തിൽ ചെന്ന് തട്ടി ഉണ്ടാകുകയാണെങ്കിൽ പോലും നമ്മൾ സ്പോട്ടിലുള്ള ഫോട്ടോ, ഒരു GD, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, നാളെ ആ വാഹനത്തിൽ നമ്മൾ കൊണ്ട് ഇടിച്ചതല്ലെങ്കിൽ പോലും അവർ നമ്മുടെ വാഹനത്തിൽ ഇടിച്ചതാണെങ്കിൽ ഇത് വേണമെങ്കിൽ തിരിയാം. കേസ് തിരിഞ്ഞ് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ പോലും ഉറപ്പായിട്ട് പോലീസിനൊന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മേജറായിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ, ഞാൻ ഈ പറഞ്ഞ പോലെ 1 മാസം ഇൻഷുറൻസ് തീരാനുണ്ട്, അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം മേജറായിട്ട് എന്തെങ്കിലും രീതിക്ക്, ഇപ്പോൾ ഒരു ഡോറിന് ഡെൻറ്റുണ്ട് അല്ലെങ്കിൽ ഒരു റണ്ണിംഗ് ബോർഡിന് മേജറായിട്ടുള്ള പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തുരുമ്പോ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് വരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നും നോക്കരുത്, ഇൻഷുറൻസ് ക്ലെയിമിൽ പെടുത്തിക്കോണം. ചെറിയ രീതിക്കുള്ള പ്രോബ്ലംസ് ഒക്കെ മാത്രം വരുന്നുള്ളെങ്കിൽ നമുക്കത് വെയിറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.